സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ നമ്മൾ സാധാരണ കരുതുന്നേക്കാളൊക്കെ വളരെ കോമൺ ഒരു പ്രശ്നമാണ് കേട്ടോ. അത് മുതിർന്നവരിൽ മൂന്നിലൊരാൾക്ക് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് മുതിർന്നവരുടെ മാത്രം ഒരു പ്രശ്നമൊന്നുമല്ല. ഈവൻ നവജാത ശിശുക്കൾ പോലും സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. കുട്ടികളിലെ പ്രത്യേകിച്ചും ഒബീസിറ്റിയും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഒക്കെ ഈ വർദ്ധിച്ചു വരുന്ന കാലത്ത് ഹൈപ്പർ ടെൻഷൻ്റെ ഇൻസിഡൻസ് കൂടി വരുന്നുണ്ടെന്നാണ് കാണുന്നത്. ഹൈപ്പർ ടെൻഷൻ ഒരു സൈലന്റ് കില്ലർ ആണെന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. കാർഡിയോവാസ്കുലർ ഡിസീസസിനുള്ള റിസ്ക് വർദ്ധിപ്പിക്കുന്നു, സ്ട്രോക്ക് കൂട്ടുന്നു, കണ്ണിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ ഒപ്പം കിഡ്നിക്കും ഹൈപ്പർ ടെൻഷൻ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ കിഡ്നിയുടെ പ്രോബ്ലങ്ങളുടെ ഒരു കാരണമാവാം, അതിൻ്റെ ഒരു കോൺസിക്വൻസും ആകാം. ഹൈപ്പർ ടെൻഷൻ കാരണം രക്തക്കൊള്ളികൾക്ക് ഡാമേജ് വരുമ്പോൾ കിഡ്നിയിലെ ഫിൽറ്ററുകൾക്ക് പ്രോബ്ലംസ് വരുന്നു. അതിൻ്റെ ഫിൽറ്ററുകൾ പ്രോട്ടീൻ ലീക്ക് കൂടുതലാക്കുന്നു, ഫിൽറ്ററുകൾ കൂടുതൽ ബ്ലോക്ക് ആവാനുള്ള സാധ്യത വരുന്നു, നമ്മുടെ ക്രിയാറ്റിനിൻ കൂടുന്നു, GFR കുറയുന്നു. അതുപോലെ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ ത്രോംബോട്ടിക് മൈക്രോ ആൻജിയോപ്പതി, അങ്ങനെ രക്തക്കൊള്ളികളിൽ ചില പ്രോബ്ലംസ് വരാം. അതുപോലെ പെട്ടെന്ന് ലങ്സിൽ നീർക്കെട്ട് വന്നിട്ട് പൾമണറി എഡിമ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഹൈപ്പർ ടെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ ജീവിത രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. സ്ഥിരമായ വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അതുപോലെ യോഗ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രയോജനം നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് മിക്കവരിലും ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റി പല ആളുകൾക്കും ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് മടിയാണ്. മരുന്നുകൾ കിഡ്നിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു മിഥ്യാധാരണ സർവത്ര കാണാറുണ്ട്. പക്ഷേ ഹൈപ്പർ ടെൻഷൻ എന്ന അസുഖമാണ് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത്, അതിനുപയോഗിക്കുന്ന മരുന്നുകളല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ BP-ക്കുള്ള മരുന്നുകൾ മുടങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായി യാത്രയിൽ കരുതുന്ന ബാഗിലും ഒക്കെ ഒരു എക്സ്ട്രാ സ്ട്രിപ്പ് ഹൈപ്പർ ടെൻഷൻ്റെ മരുന്നുകൾ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് BP ചെക്ക് ചെയ്യുക. അതിന് വിദഗ്ധ ഡോക്ടർമാരുടെ കൃത്യമായ ഉപദേശങ്ങൾ അനുസരിക്കുക. ഹൈപ്പർ ടെൻഷൻ എന്ന സൈലന്റ് കില്ലറിനെ ഇതിലൂടെയൊക്കെ നമ്മുടെ വരുതിയിലാക്കാൻ പറ്റും.